ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു Avalidam by Neethu. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള കേക്കുമായിട്ടാണ്. മാംഗോ കേക്കാണ്. ഇപ്പോൾ മാങ്ങയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് മാങ്ങ കിട്ടാനും വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. കേക്ക് നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അതുമാത്രമല്ല, എഗ്ലെസ് കേക്ക് ആയതുകൊണ്ട് ബീറ്റ് ചെയ്യാനും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു കേക്കാണ്. ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സ്റ്റൗ ടോപ്പിൽ വെച്ചാണ്. ഇത് ഓവനിൽ ഇതേപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇതേ റെസിപ്പി തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പഴുത്ത മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന മിക്സിയുടെ ജാറിൽ പഞ്ചസാര പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് അതേ ജാറിൽ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. അതാണ് അങ്ങനത്തെ കളറ്. ഇനി നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ തന്നെ, കട്ടയൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുക്കണം. ഇത് ഞാനൊരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. പഞ്ചസാര മിക്സിയിലിട്ട് അരയ്ക്കുന്നതിന് പകരം ഇപ്പോൾ ചേർത്താലും മതി, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് നല്ലപോലെ ഒന്ന് കുറുക്കി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇത് നമുക്കത് ഓഫാക്കാം. ഇനി ഇത് തണുക്കാനായിട്ട് വെക്കാം. ഇനി ഞാനൊരു 6 ഇഞ്ചിൻ്റെ പാനൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിനകത്ത് മൈദപ്പൊടി ഇട്ടൊന്ന് തട്ടിയെടുത്ത് വെക്കാം. ഇനി ഞാൻ ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അത് പ്രീ ഹീറ്റ് ചെയ്യാൻ പോവുകയാണ്. 10 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. അതിന് ശേഷം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ലാത്തൊരു ബൗൾ എടുക്കുക. അതിനകത്തേക്ക് ഞാനിവിടെ 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തണുപ്പൊക്കെ മാറി, ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് തണുപ്പൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഷുഗറൊക്കെ ഒന്ന് മിക്സായിട്ട് അലിഞ്ഞ് വരണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 കപ്പ് മൈദയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ 4 ടേബിൾ സ്പൂണ്, അത് വെച്ചാൽ 1/2 കപ്പ് മാംഗോൻ്റെ ആ ഗ്ലേസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിനകത്ത് വിട്ടുപോയി, വീഡിയോ ഓഫായി പോയി. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഞാൻ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് പകരം, ടാപ്പ് ചെയ്യുന്നതിന് പകരം ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് വട്ടത്തിലൊന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ അതിലുള്ള എയർ ബബിൾസൊക്കെ പോവും. ഇനി നമുക്കിത് പാനിലേക്ക് വെക്കാം. ഒരു 40 മുതൽ 45 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ബേക്കാവും. അതിൻ്റെ ഉള്ളിൽ തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് സ്ക്വയർ വെച്ച് കുത്തി നോക്കാം ആയോ എന്നുള്ളത്. അപ്പോൾ അതാ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കിയിട്ടൊന്ന് ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം, വെന്തോന്ന് നോക്കാം. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. ടൂത്ത് പിക്കിലൊന്നും ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. നമുക്കത് കേക്ക് പുറത്തെടുക്കാം. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പോൾ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കത്തി കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്കൊക്കെ റെഡി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്.
ഇനി ഞാനിവിടെ ഒരു ഡയറി മിൽക്കിൻ്റെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഒരു സ്പൂണ് പാലും കൂടെ ഒഴിച്ച് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. വലിയൊരു പാത്രത്തിൽ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇതിനകത്ത് ഇറക്കി വെച്ച് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ അത് നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മോൾ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് ലെവലാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ലെവലാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാങ്കോയുടെ പൾപ്പ് ഇതിനകത്തേക്കൊന്ന് പുരട്ടി കൊടുക്കാം. ഇതെല്ലായിടത്തും ഒന്ന് ലെവലാക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഈ ചോക്ലേറ്റിൻ്റെ ഇത് ഒരു പൈപ്പിംഗ് ബാഗിലാക്കി ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് സ്ക്വയർ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ മുകളിൽ ഗ്ലേസ് ഒന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. ഇത് കാണാനും ഒരു ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കേക്കൊക്കെ ഡെക്കറേറ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടെന്നൊക്കെ കാണണ്ടേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.